നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആകുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 5 മിനിറ്റ് ചാർട്ടിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ ആഡ് ചെയ്തിരിക്കുന്ന MACD, RSI പോലുള്ള ഇൻഡിക്കേറ്റർ കാണിക്കുന്ന ലെവൽസ് 5 മിനിറ്റ് ചാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. നോർമലി ഹയർ ടൈം ഫ്രെയിമിലെ ഇൻഡിക്കേറ്റേഴ്സ് ലെവൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ചാർട്ടിൽ RSI ഇൻഡിക്കേറ്റർ ലെവൽ 50 മിനിറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ 30 മിനിറ്റോ 1 അവറോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇൻഡിക്കേറ്റർ ഓപ്ഷനിൽ പോയി RSI അല്ലെങ്കിൽ MACD പോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുക. അതിനുശേഷം ഇൻഡിക്കേറ്ററിന്റെ സെറ്റിംഗ്സിനകത്ത് കയറി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ ടൈം ഫ്രെയിം എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ഡിഫോൾട്ടായി ചാർട്ട് എന്നായിരിക്കും കിടക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈം ഫ്രെയിം ചൂസ് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ചാർട്ടിലെ ടൈം ഫ്രെയിം 5 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ RSI ഇൻഡിക്കേറ്റർ കാണിക്കുന്ന നിങ്ങൾ സെലക്ട് ചെയ്ത ടൈം ഫ്രെയിമിലുള്ള ലെവൽസ് ആയിരിക്കും. ദിസ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈങ് ഹയർ ടൈം ഫ്രെയിം ഇൻഡിക്കേറ്റർ ലെവൽ വൈൽ ട്രേഡിംഗ് ഇൻ ലോവർ ടൈം ഫ്രെയിംസ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിനായി ഫോളോ us.